ഹായ് മക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരെന്താടാ? സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അപ്പോൾ ഇതിൽ കെമിസ്ട്രി എന്താണ്, അതിലുള്ള ബേസിക് ടേംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ നോക്കാൻ പോകുന്നത് എന്താണ് കെമിസ്ട്രി എന്നുള്ളതാണ്. കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതൊക്കെ സയൻസിൽ വരുന്ന. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കെമിസ്ട്രി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്? പ്രിപ്പറേഷൻ, അതേപോലെ പ്രോപ്പർട്ടീസ്, സ്ട്രക്ചർ ആൻഡ് റിയാക്ഷൻസ് ഓഫ് മെറ്റീരിയൽ സബ്സ്റ്റൻസ്. ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു പദാർത്ഥം, അതിൻ്റെ പ്രിപ്പറേഷൻ, അതെങ്ങനെയാണ് ഉണ്ടായത്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതേപോലെ അയാളുടെ രൂപം എങ്ങനെയാണ്, സ്ട്രക്ചർ, ഘടന എങ്ങനെയാണ്, അതേപോലെ അയാൾക്ക് നടക്കുന്ന റിയാക്ഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നത്. ഇവിടെ അപ്പോൾ നമ്മളൊരു മാറ്റർ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ ബേസിക് ആയിട്ടുള്ള ആളുകളാണ് ആറ്റംസ്, അതേപോലെ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് കെമിസ്ട്രി എന്തും വിളിക്കാം, ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് സയൻസ് ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഈ ഒരു കെമിസ്ട്രി നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ടടാ? യൂസ് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡ്രഗ്സിൻ്റെ സിന്തസിസിന് വേണ്ടിയിട്ടാണ്, മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇവിടെ അതിനൊരു എക്സാമ്പിളാണ് സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്നത്. ഇതാ ഇവിടെ നിങ്ങൾ കാണുന്നതാണ്, ഈ ഒരു ഫിഗറിൽ നിങ്ങൾ കാണുന്നത് കണ്ടോ, ഇതാണ് സിസ്പ്ലാറ്റിൻ്റെ ബോട്ടിൽ. അപ്പോൾ ഈ സിസ്പ്ലാറ്റിൻ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇനി അതേ സമയത്ത് അസിഡോതൈമിഡിൻ എന്ന് പറഞ്ഞ മറ്റൊരു മരുന്നുണ്ട്, അത് മെയിനായിട്ട് എയ്ഡ്സ് പേഷ്യൻസ് ആണ് യൂസ് ചെയ്യുക. പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ കണ്ടക്റ്റിംഗ് സെറാമിക്സിൻ്റെ സിന്തസിസിന് വേണ്ടിയിട്ട്, കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നതാണ് ഒപ്റ്റിക്കൽ ഫൈബർ ഇവിടെ. അതേപോലെ ഡൈസ്, അതേപോലെ ആൽക്കലി, ആസിഡ്, അതിൻ്റെ ഒക്കെ സിന്തസിസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറിങ് ഏജൻസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് പല രീതിയിലും അപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. അതാണ് അപ്ലിക്കേഷൻ ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ സബ്സ്റ്റൻസിൻ്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ സബ്സ്റ്റൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മാറ്റർ. റെഡി? എനിത്തിങ് വിച്ച് ഹാസ് എ മാസ് ആൻഡ് ഓക്യുപ്പൈ സം സ്പേസ്. എടാ, ഈ ഒരു പെന്ന് നിങ്ങൾ കണ്ടു അല്ലേ? അപ്പോൾ ഈ പെന്ന് എന്ന് പറയുന്നത് നിൽക്കാൻ കുറച്ച് സ്ഥലം വേണം, ഇയാൾക്കൊരു മാസ് ഉണ്ട്. അപ്പോൾ ഇയാൾ എനിക്ക് എന്തെന്ന് വിളിക്കാം? മാറ്റർ ആണെന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ നോക്കിക്കോ. എനിത്തിങ് വിച്ച് ഹാസ് എ മാസ് ആൻഡ് ഓക്യുപ്പൈ സം സ്പേസ്. റെഡി? അതിന് പല എക്സാമ്പിൾസ് പറയാം. ബുക്ക്, പെന്ന്, പേപ്പർ, റബ്ബർ, പെൻസിൽ, എന്ത് വേണമെങ്കിലും നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഞങ്ങൾക്ക് കാണാം, നമ്മുടെ ബുക്ക് ഉണ്ട് അല്ലേ, വാട്ടർ ഉണ്ട്, പിന്നെ കോയി ഉണ്ട്, സോറി മാറിപ്പോയി, കോയി ഉണ്ട്, ഞാനുണ്ട്. ഇത് എണ്ണുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇത് കോയി, ഇത് ഞാൻ. റെഡി? അപ്പോൾ ഇതിൽ പല രീതിയിലുള്ള ഓൾ ലിവിങ് ഓർഗാനിസം, എല്ലാത്തിനും നിൽക്കാനൊരു സ്പേസ് വേണം, സ്ഥലം വേണം, അതിനൊരു മാസം ഉണ്ട്. അതുകൊണ്ട് അയാൾ എന്ത് വിളിക്കാം? മാറ്റർ എന്ന് വിളിക്കാം. റെഡി അല്ലേ? ആ മാറ്റർ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. നോക്കിക്കോ, മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് അത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ആരാണ്? എനിത്തിങ് വിച്ച് ഹാസ് എ മാസ് ആൻഡ് ഓക്യുപ്പൈസ് സം സ്പേസ്, ദാറ്റ് ഈസ് കോൾഡ് മാറ്റർ. റെഡി? ഈ മാറ്റർ നമ്മൾ ബേസിക്കലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. റെഡി? ഒന്നാമത്തേതാണ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ. ഒന്നാമത്തേതാണ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് വൺ ആണ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. എന്താ ഈ ഫിസിക്കൽ ക്ലാസിഫിക്കേഷനും കെമിക്കൽ ക്ലാസിഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം? ഈ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്. ആരെ ബേസ് ചെയ്തിട്ടാണ്? ഫിസിക്കൽ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഭൗതികാവസ്ഥ, ഫിസിക്കൽ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ആ ക്ലാസിഫിക്കേഷനെ നമ്മൾ വിളിക്കുന്നു ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇനി അതേ സമയത്ത് ദ ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ കെമിക്കൽ കോമ്പോസിഷൻ ആണ് എന്ന് വിചാരിക്കാം. കെമിക്കൽ കോമ്പോസിഷൻ, അതിൽ അടങ്ങിയിട്ടുള്ള ആളുകളെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസിഫിക്കേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. ഈ ഒരു ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ സബ്സ്റ്റൻസിനെ മെയിനായിട്ട് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ബേസിക്കലി മൂന്നായിട്ടാണ്, മൂന്നല്ല കേട്ടോ ഉള്ളത്, 5 പോലെ ഉണ്ട്. ഒരുപാട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതിൽ 3 നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സോളിഡ്. റെഡി? സെക്കൻഡ് വണ്ണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിക്വിഡ്. തേർഡ് വണ്ണ് നമ്മൾ വിളിക്കുന്ന പേരാണതാ ഗ്യാസ്. ഈ 3 നമുക്ക് പഠിക്കാനുള്ളത്, ലിക്വിഡും സോളിഡും ഗ്യാസും, അല്ലെങ്കിൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഇങ്ങനെ പറയും. വേറൊന്നുള്ളത് പ്ലാസ്മ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആണ്, അത് നമുക്ക് പഠിക്കാനില്ല. അത് ഈ ഒരു ന്യൂക്ലിയർ അല്ലെങ്കിൽ ഈ ഒരു സോളാർ സിസ്റ്റത്തിൽ ആണ് നമ്മൾ കാണുന്നത്. റെഡി? ദെൻ മറ്റൊന്ന് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ എന്ന് പറയും, അത് നമുക്ക് പഠിക്കാനില്ല.
ദെൻ ഈ ഒരു സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇതാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഞാൻ എന്ത് ചെയ്യുന്നടാ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അവരെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ആദ്യത്തേത് സോളിഡ് ആണ്. സോളിഡ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് വളരെ ക്ലോസ്ലി പാക്ക്ഡ് ആയിരിക്കും. എന്താ ക്ലോസ്ലി പാക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുമ്പോൾ ഇവർ വളരെ അടുത്തടുത്താണ് നിൽക്കുന്നത്, ക്ലോസ്ലി പാക്ക്ഡ് ആണ്. അതേസമയത്ത് ലിക്വിഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെ അവർ ലൂസ്ലി പാക്ക്ഡ് ആണ്. റെഡി, അവർ ലൂസ്ലി പാക്ക്ഡ് ആണ്. ഇനി ഗ്യാസിലേക്ക് കാണുന്നുണ്ടെങ്കിലോ അവർ വെരി ലൂസ്ലി പാക്ക്ഡ് ആണ്, വെരി ലൂസ്ലി പാക്ക്ഡ് ആണ്. അതായത് ഈ ക്ലോസ്ലി പാക്ക്ഡ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഹൈ ആയിരിക്കും. ഹൈ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഹൈ ആണ്. ഇനി അതേ സമയത്ത് ലിക്വിഡിൽ അത് ലൂസ്ലി പാക്ക്ഡ് ആണ്, അതുകൊണ്ട് ഈ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോ ആയിരിക്കും. ഗ്യാസിലേക്ക് എത്തുമ്പോൾ ആ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെരി ലോ ആയിരിക്കും, വളരെ കുറവായിരിക്കും. ക്ലിയർ? ഇനി തീർന്നിട്ടില്ല. ഇതിൽ നമ്മൾ ഈ ഒരു സോളിഡ്സിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സോളിഡ്സിന്റെ കേസിൽ ഇയാൾക്കൊരു ഡെഫിനിറ്റ് വോളിയം ഉണ്ടാവും, ഡെഫിനിറ്റ് ഷേപ്പും ഉണ്ടാവും. റെഡി? അപ്പോൾ ഇയാൾക്ക് എന്തുണ്ട്, ഒരു ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. അതേപോലെ തന്നെ ഇയാൾക്ക് എന്തുണ്ടടാ, ഒരു ഡെഫിനിറ്റ് ഷേപ്പും ഉണ്ട്. അത് രണ്ടുമുള്ള ആൾക്കാരാണ് ആര്, സോളിഡ് എന്ന് പറയുന്നത്. ഇനി അതേ സമയത്ത് ഈ ഒരു ലിക്വിഡിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ അയാൾക്കൊരു ഡെഫിനിറ്റ് വോളിയം ഉണ്ടാവും, പക്ഷെ അയാൾക്കൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാവില്ല. ഗ്യാസിന്റെ കേസിൽ എത്തുമ്പോൾ അയാൾക്കൊരു ഡെഫിനിറ്റ് വോളിയം ഇല്ല, ഡെഫിനിറ്റ് ഷേപ്പും ഇല്ല. റെഡി? അപ്പോൾ ഇതിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസിന്റെ കേസിൽ അറിയേണ്ടത്. അപ്പോൾ ഈ സോളിഡ് എന്ന് പറയുന്ന ആൾ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ലിക്വിഡ് ആവും. ആ ലിക്വിഡ് പിന്നെയും നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഗ്യാസ് ആവും. സപ്പോസ് ഞാൻ സോളിഡ് ആയിട്ടുള്ള ഒരാൾ എടുക്കുന്നു, ദാറ്റ് ഈസ് H2O. കാണുന്നുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവില്ല അല്ലേ? ഓക്കെ, കളറൊന്ന് മാറ്റാം. അപ്പോൾ ശ്രദ്ധിക്കുക, നോക്കിക്കോ. ഞാൻ എടുക്കുന്നത് H2O, വാട്ടർ. H2O എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിൽ ഞാൻ എടുക്കുകയാണെങ്കിൽ അയാൾ ഞാൻ വിളിക്കുന്ന പേരാണ് ഐസ് അല്ലേ? ആ H2O സോളിഡ് എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യുന്നടാ, ചൂടാക്കുന്നു. അപ്പോൾ ഇയാൾ ഏത് സ്റ്റേറ്റിലേക്ക് മാറുന്നു, H2O ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. ഇതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് വാട്ടർ അല്ലേ? ഇയാളെ ഞാൻ ഫർദർ ചൂടാക്കി കഴിഞ്ഞാൽ എന്തായിട്ടാ മാറുക, ഇയാൾ H2O ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, വേപ്പർ. എന്താ വിളിക്കുക, വാട്ടർ വേപ്പർ എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെ 3 ഫിസിക്കൽ സ്റ്റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ മാറ്റർ പ്രസന്റ് ആയിട്ടുള്ളത്. ഇനി ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കെമിക്കൽ ക്ലാസിഫിക്കേഷനാണ്. ഏതാണ്? കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. ശ്രദ്ധിച്ചോ, കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞു ബേസ്ഡ് ഓൺ കെമിക്കൽ കോമ്പോസിഷൻ ആണ്. അപ്പോൾ കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ 2 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇയാളെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് മക്കളെ പ്യുവർ സബ്സ്റ്റൻസ്. ഒന്നാമത്തെ ആളാണ് ആരാണ്, പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിക്സ്ചേഴ്സ്. എന്താ വിളിക്കുക, മിക്സ്ചേഴ്സ് ആണ് രണ്ടാമത്തെ ആൾ. റെഡി? എന്താ ഈ പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും തമ്മിലുള്ള വ്യത്യാസം? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള കോമ്പോസിഷൻസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻറ്റിൻ്റെ മാസ് ഫിക്സഡ് ആയിരിക്കും. ഫിക്സഡ് മാസ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസ് ആയിരിക്കും. ആളുടെ മാസ് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. ദാറ്റ് ഈസ് ഫിക്സഡ് മാസ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസ്. റെഡി? മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് മാസ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻ്റ് ആയിരിക്കില്ല, അതൊരു മിക്സ്ചർ ആയിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ശ്രദ്ധിച്ചോ, 2ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ഒന്നാമത്തെ ആൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒന്നാമത്തെ ആൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എലമെൻറ്റ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്ന് പറയും. രണ്ടാമത്തെ ആൾ നമ്മൾ വിളിക്കുന്നു കോമ്പൗണ്ട്. എന്താ ഈ എലമെൻറ്റും കോമ്പൗണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഓൺലി 1 ടൈപ്പ് ഓഫ് ആറ്റം ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത് എങ്കിൽ അയാൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എലമെൻറ്റ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അതിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഹൈഡ്രജൻ എലമെൻ്റ് ആണ്, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, ഇതൊക്കെ എലമെൻസാണ് അല്ലടാ? അപ്പോൾ ഇതിൽ എലമെൻസിൻ്റെ കേസ് എന്താണെന്ന് പറഞ്ഞു, അതിൽ ഓൺലി 1 ടൈപ്പ് ഓഫ് ആറ്റംസ് ആണ് പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. ഇനി അതേ സമയത്ത് നമ്മൾ കോമ്പൗണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൽ മോർ ദാൻ 1 ടൈപ്പ് ഓഫ് ആറ്റംസ് പ്രസൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നു വാട്ടർ, H2O.
അതേപോലെ തന്നെ കാർബണും ഓക്സിജനും കൂടി ചേരാണെങ്കിൽ നമുക്ക് കിട്ടും കാർബൺ മോണോക്സൈഡ്. മറ്റൊരു എക്സാമ്പിൾ പറയാൻ പറ്റും നമുക്ക് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ഇതിൽ 2 കൂടുതൽ ആറ്റംസ് പ്രസന്റ് ആണ്, അല്ലെങ്കിൽ 2 അതിലധികമോ ആറ്റംസ് പ്രസന്റ് ആണ്. മറ്റൊന്ന് നൈട്രജനും ഹൈഡ്രജനും കൂടി ചേരാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും NH3. ഏതാ? NH3 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എന്തൊരു എക്സാമ്പിൾ ആണ്? കോമ്പൗണ്ട്സിന് എക്സാമ്പിളാണ്. ക്ലിയർ അല്ലേ? ഇനി അതേ സമയത്ത് നമ്മൾ മിക്സ്ചേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ ആ മിക്സ്ചേഴ്സും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ മിക്സ്ചേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ? ഫസ്റ്റ് വൺ ആണ് ഹോമോജീനിയസ് മിക്സ്ചർ. റെഡി? ഹോമോജീനിയസ് മിക്സ്ചർ. രണ്ടാമത്തേതാണ് ഹെട്രോജീനസ് മിക്സ്ചർ. ഹോമോജീനസും ഉണ്ട്, ഹെട്രോജീനസും ഉണ്ട്. റെഡി? ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂണിഫോം കോമ്പോസിഷനാണ്. നമ്മളിപ്പോൾ ഒരാളെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഷുഗർ സൊല്യൂഷൻ തരാണ്, പഞ്ചസാര വെള്ളം കലക്കി തരാം അല്ലേ? അങ്ങനെ ആണെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് നോക്കിയിട്ട് മധുരം കൂടുതലാണ്, താഴെ നോക്കിയിട്ട് മധുരം കുറവാണെന്ന് പറയോ? ഇല്ല, എല്ലാ സ്ഥലത്തും മധുരം ഒരേപോലെയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ യൂണിഫോം കോമ്പോസിഷൻ എന്ന് പറയാം. അപ്പോൾ അത്തരം കോമ്പോസിഷൻ അഥവാ അത്തരം മിക്സ്ചേഴ്സിന് എക്സാമ്പിൾ ആണ് ലിക്വിഡ് സൊല്യൂഷൻ. ഏത് സൊല്യൂഷൻ? ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹോമോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിൾ ആണ്. അതിൽ നമുക്ക് പറയാം ഷുഗർ സൊല്യൂഷൻ, NaCl ഇൻ വാട്ടർ, അതൊക്കെ പറയാം. ദെൻ മറ്റൊരു എക്സാമ്പിൾ ആണ് അലോയ് എന്ന് പറയുന്നത്. അലോയ് എന്ന് പറയുന്നത് എന്താ? അലോയ്ക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? അലോയ്ക്ക് എക്സാമ്പിൾ പറയാൻ പറ്റും. ദാറ്റ് ഈസ് കോപ്പർ ഇൻ ഗോൾഡ്. പല ആളുകളും ഗോൾഡ് ധരിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ? പല ആളുകളും ഗോൾഡ് ധരിക്കുന്ന ആൾക്കാരായിരിക്കും. ആ ഗോൾഡ് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി അതിലേക്ക് നമ്മൾ കോപ്പർ ആഡ് ചെയ്യും അല്ലേ? അപ്പോൾ അത് മെറ്റൽസിൻ്റെ ഒരു മിക്സ്ചറാണ്. അത് ഹോമോജീനിയസ് മിക്സ്ചറാണ്. അതേപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് എയർ. എയർ എന്ന് പറയുന്നതിൽ ഒരുപാട് ഗ്യാസസ് ഉണ്ടാവും. നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ എല്ലാം ഉണ്ടാവും. അത് എയർ എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ്. നെക്സ്റ്റ് വൺ ആണ് ഹെട്രോജീനിയസ് മിക്സ്ചർ. അത് നോൺ യൂണിഫോം കോമ്പോസിഷനാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് സാൻഡും വാട്ടറും കൂടെ, ആരൊക്കെ? സാൻഡും വാട്ടറും കൂടെ മിക്സ് ചെയ്യാൻ നോക്കുകയാണ്. മണലെടുത്ത് വെള്ളത്തിൽ കലക്കാണ്. അപ്പോൾ മണലെടുത്ത് വെള്ളത്തിൽ കലക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? മുകൾ ഭാഗത്ത് ഇരുന്ന് ഊറ്റിയാൽ മണൽ കിട്ടുമോ? ഇല്ല, മണൽ അടിയിലും വെള്ളം മുകളിലും ആയിരിക്കും. അപ്പോൾ അവിടെ നോൺ യൂണിഫോം കോമ്പോസിഷനാണ്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെട്രോജീനിയസ് മിക്സ്ചർ. ഡൗട്ട് ഉണ്ടോ? ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വീട്ടിൽ മിക്സ്ചർ വാങ്ങും അല്ലേ, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ പരിപ്പുണ്ടാവും, കറിവേപ്പില വരെ അതിലുണ്ടാവും. അപ്പോൾ അത് ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും. എല്ലാം ഒരേപോലെ എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല. അപ്പോൾ അത്തരം ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെട്രോജീനിയസ് മിക്സ്ചർ. ഇനി അതേ സമയത്ത് ഷുഗർ സൊല്യൂഷൻ ആണ് നമ്മൾ പറയും ഹോമോജീനിയസ് മിക്സ്ചർ. അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത സെഷനിൽ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.